സ്വാഗതം. പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ച് എത്രയും വേഗം ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്ന ഈ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയേക്കാം. സാഹിൽ ആൻഡ് സറ എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയുടെ സംഗ്രഹമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെറുതെ ട്യൂട്ടോറിയൽസ് കണ്ടിരിക്കുന്നതിനു പകരം കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ പഠിക്കാനും ജോലി നേടാനും സഹായിക്കുന്ന ഒരു 5 സ്റ്റെപ്സ് ആണ് ഇതിൽ പറയുന്നത്. നമുക്കിതൊന്ന് വിശദമായി നോക്കിയാലോ? ഈ 5 പടികൾ എന്തുകൊണ്ടാണ് ഇത്ര ഫലപ്രദമാകുന്നത്? തീർച്ചയായും അതായത് വെറുതെ തിയറി പഠിക്കുക എന്നതിനപ്പുറം ശരിക്കും ചെയ്തു പഠിക്കുന്ന ഒരു രീതിക്കാണ് ഇവിടെ ഊന്നൽ. അപ്പോൾ പൈത്തൺ പഠിക്കാൻ തുടങ്ങുന്ന നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു വഴികാട്ടിയാവും. കാരണം ഇവിടെ വെറുതെ പഠിക്കുകയല്ല, ആ പഠനം എങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിക്കാമെന്നതിലാണ് ആ ഒരു ഫോക്കസ്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാമല്ലേ? ശരിയാണ്. ആദ്യത്തെ നിർദ്ദേശം തന്നെ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൺലൈൻ ട്യൂട്ടോറിയലുകൾ വെറുതെ കാണുന്നത് നിർത്തുക, പകരം കോഡ് ചെയ്ത് പഠിക്കുക. അതിനായി learnpython.org പോലുള്ള സൈറ്റുകൾ ഉപയോഗിക്കാൻ പറയുന്നു. ഈ ഒരു മാറ്റം, അതായത് വെറുതെ കാണുന്നതിൽ നിന്ന് ശരിക്കും ആക്റ്റീവായി ചെയ്യുന്നതിലേക്ക് മാറുന്നത്, അത് തുടക്കത്തിൽ തന്നെ ഇത്ര പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്? അത് നല്ലൊരു പോയിന്റാണ്. കാരണം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് പോലെയാണ്. കണ്ടിരുന്ന് പഠിക്കാൻ പറ്റില്ല, നമ്മളത് ഓടിച്ചു തന്നെ പഠിക്കണം. learnpython.org പോലുള്ള സൈറ്റുകളുടെ ഒരു ഗുണമെന്താന്ന് വെച്ചാൽ നിങ്ങളൊരു കോഡ് എഴുതുമ്പോൾ അപ്പം തന്നെ ഫീഡ്ബാക്ക് കിട്ടും, ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ഓരോ കാര്യവും മനസ്സിലുറപ്പിക്കാൻ ഇത് ശരിക്കും സഹായിക്കും. തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. സ്റ്റെപ്പ് എന്താണ്? സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ഒരു പേടി തോന്നാം, അല്ലേ? അത് സ്വാഭാവികമാണ്. അവിടെയാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. സ്വന്തമായിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മറ്റുള്ളവർ ചെയ്ത പ്രോജക്റ്റുകൾ അത് നോക്കി അതേപടി ഒന്ന് ചെയ്തു പഠിക്കുക. ഉദാഹരണത്തിന് freecodecamp.orgന്റെ യൂട്യൂബ് ചാനലിൽ 12 ബിഗിനർ പൈത്തൺ പ്രൊജക്റ്റുകൾ എന്നൊരു വീഡിയോയുണ്ട്. അതുപോലുള്ളവ. ഇതിന്റെ പിന്നിലുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ഫുൾ പ്രൊജക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ആ ചെറിയ ഭാഗങ്ങൾ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. ആ തുടക്കത്തിലുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് സഹായിക്കും. അത് ശരിയാണ്. ഒരു റെസിപ്പി നോക്കി ആദ്യം ഉണ്ടാക്കി പഠിച്ചിട്ട് പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പോൾ ഈ മോഡൽസൊക്കെ നോക്കിയൊരു ധാരണയായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നാണല്ലേ? അതെ, കൃത്യമായി. അതാണ് മൂന്നാമത്തെ ഘട്ടം. നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെറിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങുക. ചിലപ്പോൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡേറ്റ എടുക്കുന്ന ഒരു വെബ് ക്രോളർ ആകാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ അലാറം ക്ലോക്ക് ആപ്പ്. അതുമല്ലെങ്കിൽ ദിവസവും വിക്കിപീഡിയയിൽ നിന്ന് നല്ല ആർട്ടിക്കിൾസ് എടുത്തു തരുന്ന ഒരു സ്ക്രിപ്റ്റ്. അങ്ങനെ എന്തുമാവാം. ഈ വെബ് ക്രോളർ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നാം. പക്ഷെ സിമ്പിളായി പറഞ്ഞാൽ വെബ് പേജിൽ നിന്ന് നമുക്ക് വേണ്ട വിവരം ഓട്ടോമാറ്റിക്കായി എടുക്കുന്ന പ്രോഗ്രാം. അത്രയുള്ളൂ. നിങ്ങളുടെ സ്വന്തം ഐഡിയ കോഡ് ചെയ്ത് വർക്ക് ചെയ്യിക്കുമ്പോഴാണ് ആ ശരിക്കുള്ള പഠനം നടക്കുന്നത്. ഒരു കോൺഫിഡൻസും വരും. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി അത് വേറെ തന്നെയാണ്. അത് പിന്നെ റെസ്യൂമേയിൽ കാണിക്കാനും കൊള്ളാം. ഈ ഒരു സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പഠനം കുറച്ചുകൂടി ജോലി സാധ്യതകളിലേക്ക് അടുക്കാണല്ലേ? എന്താണ് നാലാമത്തെ ഘട്ടം? അതെ, അടുത്ത ഘട്ടം നേരെ ജോലി സാധ്യതകളുമായി ബന്ധപ്പെട്ടതാണ്. കോഡിംഗ് ഇന്റർവ്യൂകൾക്ക് തയ്യാറെടുക്കുക. ഇവിടെയാണ് നമ്മൾ ഡേറ്റാ സ്ട്രക്ചറുകൾ, അതായത് ഡേറ്റ എങ്ങനെ എഫിഷ്യൻ്റായി ഓർഗനൈസ് ചെയ്യാം എന്നതും അൽഗോരിതംസ്, അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതികളും പഠിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ഗൂഗിൾ പോലുള്ള കമ്പനികളൊക്കെ നോക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ്. ഡേറ്റാ സ്ട്രക്ചറും അൽഗോരിതംസും ആ കഴിവ് അളക്കാനുള്ള ഒരു പ്രധാന വഴിയാണ്. അതുകൊണ്ടാണ് യുഡാസിറ്റിയിലുള്ള ഗൂഗിളിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് കോഴ്സൊക്കെ ഈ ഘട്ടത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ തിയറി, ഈ ഡേറ്റാ സ്ട്രക്ചർ, അൽഗോരിതംസ് ഒക്കെ പഠിച്ചാൽ മതിയോ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ? അതോ ഇനിയും എന്തെങ്കിലും ചെയ്യണോ? തിയറി മാത്രം പോരല്ലോ, അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയണ്ടേ? പ്രാക്ടീസ് ചെയ്യണം. അതാണ് അഞ്ചാമത്തെ അവസാനത്തെ സ്റ്റെപ്പ്. മുൻപ് കോഡിംഗ് ഇന്റർവ്യൂകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഇതിനായിട്ട് ലീഡ് കോഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ഈ സൈറ്റുകളിലൊക്കെ. ശരിക്കുള്ള ഇന്റർവ്യൂവിൽ വരാൻ സാധ്യതയുള്ള ടൈപ്പ് കോഡിംഗ് പ്രോബ്ലംസ് ഉണ്ടാകും. അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വേഗത കൂടും, പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും കൂടും. ഈ പഠിച്ച ഡേറ്റാ സ്ട്രക്ചറും അൽഗോരിതംസും ഒക്കെ എങ്ങനെയാണ് റിയൽ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും മനസ്സിലാവും.
ഇത് ഇന്റർവ്യൂ പെർഫോമൻസിൽ ശരിക്കും വലിയ വ്യത്യാസമുണ്ടാക്കും. ചുരുക്കി പറഞ്ഞാല് വെറുതെ നോക്കിയിരുന്ന് പഠിക്കാതെ ആദ്യം നേരിട്ട് കോഡ് ചെയ്ത് പഠിക്കുക, പിന്നെ മറ്റുള്ളവരുടെ പ്രോജക്ട്സ് നോക്കി പഠിക്കുക, അത് കഴിഞ്ഞ് സ്വന്തമായിട്ടുണ്ടാക്കുക. പിന്നെ ഇന്റർവ്യൂവിന് വേണ്ട ടെക്നിക്കൽ കാര്യങ്ങൾ, ഡാറ്റ സ്ട്രക്ചർ പോലുള്ളവ പഠിക്കുക. അവസാനം ആ ഇന്റർവ്യൂ ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ 5 പടികളിലൂടെ പൈത്തൺ പഠിച്ച് ജോലി നേടാനുള്ള ഒരു നല്ല പ്രാക്ടിക്കൽ വഴി ഈ വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതെ, ശരിയാണ്. ഈ 5 സ്റ്റെപ്പുകളും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അറിവും കഴിവും ബിൽഡ് ചെയ്യാൻ സഹായിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതൊരു ജനറൽ ഗൈഡ് ലൈനാണ്. ഒരു പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഫാസ്റ്റ് വഴി ഇത് തന്നെ ആവണമെന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ചിന്ത വന്നോ? ചിലപ്പോൾ ഈ പറഞ്ഞ വഴികളല്ലാതെ നിങ്ങളുടെ ഒരു പഠന രീതിക്ക് കൂടുതൽ ചേർന്ന മറ്റു വഴികളോ ടൂൾസോ ഉണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ രീതികളുമായിട്ട് എങ്ങനെയാണ് മാച്ച് ആവുന്നത്? നിങ്ങളുടെ പേഴ്സണൽ പഠനരീതിയും സ്പീഡും കൂട്ടാൻ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.